ഓക്കെ, നമ്മൾ ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തായിരുന്നു. ഇനി ചെയ്യാൻ പോണ എക്സസൈസ് 8.1-ലെ 11th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് a + b all raised to 4 minus a minus b all raised to 4. Hence evaluate √3 plus √2 all raised to 4 minus √3 minus √2 all raised to 4. ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. അതായത് a + b all raised to 4 minus a minus b all raised to 4. നമുക്കത് ചെയ്യാം. a + b all raised to 4. നമുക്ക് ആദ്യം a + b all raised to 4 എന്താണെന്ന് നോക്കാം. a + b all raised to 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഗ്രി 4 ആണ്. ഡിഗ്രി വലുതാവുമ്പോൾ നമ്മൾ യൂസിങ് ബൈനോമിയൽ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നത്. ബൈനോമിയൽ തിയറം അനുസരിച്ച് NC0 ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ 4C0 a raised to n എന്ന് പറയുമ്പോൾ a raised to 4 പ്ലസ് 4C1 a raised to 4 minus 1. എയുടെ ഡിഗ്രി കുറഞ്ഞു വരികയാണ്, അപ്പോൾ 3. ഇനി ബിയുടെ ഡിഗ്രി കൂടി വരിക, അപ്പോൾ b ഇവിടെ b raised to 0 ആയിരുന്നു, അടുത്തത് b raised to 1. b raised to 1 b തന്നെയാണ് കേട്ടോ. പ്ലസ് 4C2 a raised to 2 b raised to 2 പ്ലസ് 4C3 a raised to 1. a raised to 1 എന്ന് പറഞ്ഞാൽ a തന്നെയാണ്. b raised to 3 പ്ലസ് 4C4 a raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ട് എഴുതുന്നില്ല, ഇൻറ്റു b raised to 4 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി 4C4 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു a raised to 4 ഈക്വൽ ടു a raised to 4 പ്ലസ് 4C1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 1 ഓൾ ഫാക്ടോറിയൽ. അത് വേണമെങ്കിൽ നമുക്ക് ഒരു പേപ്പറിൽ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കാം. ഇത് 4C1 ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 3 വരെയുള്ള കട്ട് ചെയ്ത് പോകും. പിന്നെ ആൻസർ 4 ആണ്. അപ്പോൾ 4C1 എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു a ക്യൂബ് ഇൻറ്റു b പ്ലസ് 4C2 അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. 4C2 എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു വീണ്ടും 2 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2. 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി 4നെ 2 വെച്ച് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6. അപ്പോൾ നമുക്ക് നോക്കാം. 4C2 എന്ന് പറയുന്നത് 6 ആണ്. 6a² ഇൻറ്റു b². ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മൾ 4C3 എത്രയാണെന്ന് നോക്കണം. 4C3യുടെ ആൻസർ 4C3 എന്ന് പറഞ്ഞത് 4 ആണ്. അതായത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഇതിൻ്റെ ആൻസർ 4 ആണ്. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് എഴുതണം. അപ്പോൾ അത് ഞാൻ എഴുതുവാണ്. 4 ഇൻറ്റു a raised to 1 എന്ന് പറയുന്നത് a ആണ്, ഇൻറ്റു b raised to 3 പ്ലസ് 4C4 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു b raised to 4 തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മുടെ ആൻസറൊക്കെ ആയല്ലോ, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി മൈനസ് a മൈനസ് b എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ a മൈനസ് b ഒന്ന് എഴുതിയാലോ. a മൈനസ് b all raised to 4 ഈക്വൽ ടു, ഇതും ബൈനോമിയൽ തിയറം അനുസരിച്ച് തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ വേരിയബിൾ എല്ലാം കറക്റ്റാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കും അല്ലേ. നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് സെയിം വേരിയബിൾ ആയതുകൊണ്ട് ഞാൻ ഇതേ ആൻസർ തന്നെ എഴുതുവാണേ. a raised to 4 ആദ്യം പോസിറ്റീവായിരുന്നു, ദെൻ നെഗറ്റീവ് 4a³ b
പ്ലസ് ആദ്യം നെഗറ്റീവ്, പിന്നെ ഇവിടെ പോസിറ്റീവ് വന്ന് 6a² b² മൈനസ് 4ab³ പ്ലസ് b⁴. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ നെഗറ്റീവ് കൊടുത്തത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് a + b (4) മൈനസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് മൈനസ്, ഇത് നമുക്കൊന്ന് മൈനസ് ചെയ്യാം. ആദ്യം ഞാൻ ഇതിൻ്റെ ആൻസർ അങ്ങ് എഴുതുവാണ്. a + b (4)ൻ്റെ ആൻസർ a⁴ പ്ലസ് 4a³ b പ്ലസ് 6a² b² പ്ലസ് 4ab³ പ്ലസ് b⁴. ഇനി മൈനസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈനസ് ഞാൻ പുറത്തെടുക്കുകയാണ്. മൈനസ്, ഇനി മൈനസ് a - b (4). a - b (4)ൻ്റെ ആൻസർ ഇതാണ്. ഇതെല്ലാം ഞാനൊരു ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുവാണേ. നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ, ഇവിടെ മൈനസ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട്. മൈനസ് a⁴ മൈനസ് 4a³ b പ്ലസ് 6a² b² മൈനസ് 4ab³ പ്ലസ് b⁴. ഇനി നമുക്ക് നോക്കാം വിച്ച് ഈസ് ഈക്വൽ ടു. നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കാം. ഇതങ്ങനെ തന്നെ എഴുതാം. a⁴ പ്ലസ് 4a³ b പ്ലസ് 6a² b² പ്ലസ് 4ab³ പ്ലസ് b⁴. മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് a⁴, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് 4a³ b മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് 6a² b² മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് 4ab³ മൈനസ് b⁴. ഇനി കട്ട് ചെയ്യാവുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ പ്ലസ് a⁴ ഉണ്ട്, മൈനസ് a⁴ ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്തത് 4a³ b ഉണ്ട്, ഇവിടെ പ്ലസ് 4a³ b ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? 8a³ b എന്ന് കിട്ടും. പിന്നെ പ്ലസ് 6a² മൈനസ് 6a², ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ അടുത്തത് 4ab³ പ്ലസ് 4ab³, അപ്പോൾ പ്ലസ് 8ab³ എന്ന് കിട്ടും. പ്ലസ് b⁴ മൈനസ് b⁴ കട്ട് ചെയ്ത് കളയാം. നമുക്കിതാണ് ആൻസർ കിട്ടണത്. ഇതിൽ നിന്ന് 8 കോമൺ ആയിട്ടുണ്ട്, അത് ഞാൻ പുറത്തെടുക്കുകയാണ്. 8 ഇൻറ്റു a³ b പ്ലസ് ab⁴. ഇതാണ് ഇതിൻ്റെ ആൻസർ. അതായത് a + b (4) മൈനസ് a - b (4)ൻ്റെ ആൻസർ ഇതാണ്. ഇതേപോലെ തന്നെയാണ് ഇവിടെ നമ്മളിത് കണ്ടുപിടിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് എയും ഇത് ബിയും ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. a + b (4) മൈനസ് a - b (4). നമുക്ക് ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതാം. √3 പ്ലസ് √2 (4) മൈനസ് √3 മൈനസ് √2 (4) വിച്ച് ഈസ് ഈക്വൽ ടു. ഇവിടെ നമുക്ക് എയുടെ സ്ഥാനത്ത് √3 ആണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? 8 ഇൻറ്റു എയുടെ സ്ഥാനത്ത് √3 ആണെന്ന് പറഞ്ഞു, അപ്പോൾ √3 (3) ഇൻറ്റു ബി √2 ആണ്. √2 പ്ലസ് എ എന്ന് പറഞ്ഞാൽ √3 ആണ്. √3 ഇൻറ്റു b³ എന്ന് പറഞ്ഞാൽ √2 (3) വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി 8 പുറത്തെടുക്കുകയാണ്. √3 എന്ന് പറഞ്ഞാൽ √3 എത്ര പ്രാവശ്യം ഇൻറ്റു ചെയ്യാനാണ്? 3 പ്രാവശ്യം. നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. √3 ഇൻറ്റു √3 ഇൻറ്റു √3 വിച്ച് ഈസ് ഈക്വൽ ടു. √3 ഇൻറ്റു √3 എന്ന് പറയണത് ഇതിൻ്റെ ആൻസർ 3 ആണ്. 3 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 3 √3 വരും. ഇൻറ്റു √2 വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു √2 എന്ന് പറയുന്നത് √6 ആണ്. അപ്പോൾ 8 ഇൻറ്റു
3√6 എന്ന് വരും ഇതിൻ്റെ ആൻസർ. പ്ലസ് അതുപോലെ തന്നെ √3 ഇൻറ്റു √2 ഹോൾ ക്യൂബ്. √2 ഹോൾ ക്യൂബ് എങ്ങനെയാണ്? അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. √2 ഇൻറ്റു √2 ഇൻറ്റു √2 വിച്ച് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു √2 ആണ് 2√2. 2√2 ഇൻറ്റു √3. √2 ഇൻറ്റു √3 എന്ന് പറയുന്നത് √6 ആണ്. അപ്പോൾ 2√6. ഈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യരുത്. 2√6. അപ്പോൾ 3√6 പ്ലസ് 2√6 എന്നാണ് പറയുന്നത്. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് നോക്കുക. 3√6ഉം 2√6ഉം കൂടി ആഡ് ചെയ്യാൻ. അപ്പോൾ എത്ര? 5√6. അപ്പോൾ 8 ഇൻറ്റു 5√6. 8 ഇൻറ്റു 5 എത്രയാണ്? 40. 40√6. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫൈൻഡ് a + b (4) minus a minus b (4). Hence evaluate √3 + 2 (4) minus √3 minus √2 (4). നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ആൻസർ 40√6.